അപ്പം ഒരു ഫാമിലി ഞാൻ ഒരു കുട്ടീനെ കണ്ട അപ്പോൾ കുട്ടിക്ക് മുട്ടായി കൊടുത്തു ഞാൻ. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ് ഞാൻ പോകാൻ നേരത്തിനോടാണ്. അപ്പോൾ വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പമ്പ് കയറ്റിയാണ്. അപ്പോഴാണ് ഈ ഫാമിലിനെ കാണുന്നത്. അപ്പോൾ നമുക്ക് ബിരിയാണി ഒന്ന് അപ്പോൾ എൻ്റെ ഒരു കഥ പറയട്ടെ. ഒന്ന് സംബന്ധിച്ച ചെറിയ കുട്ടി സ്റ്റോറിയാണ്. നമ്മൾ പമ്പിൽ വാഷ്റൂമിന് കയറിയതാണ്. അപ്പോഴാണ് അവിടെ 2-3 ചെറിയ കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ മുട്ടായി എടുത്ത് നമ്മൾ കയറാൻ വണ്ടി തിരിച്ചേറാൻ നേരത്ത് നമ്മളെ ഈ കാറിന് ഈ ഫുഡ് കഴിച്ച് ചോദിച്ചു. ഇല്ലാറിന് എന്നാൽ നമുക്ക് പെരുന്നാൾ ബിരിയാണി കഴിച്ചാൽ എല്ലാവരും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ബിരിയാണിൻ്റെ ചില്ലി ചിക്കൻ ബിരിയാണി സലാഡും ഒക്കെ ഇട്ട് നല്ല അടിപൊളി ബിരിയാണി, എജ്ജാതി ബിരിയാണി, വൈബ് ബിരിയാണി. അപ്പോൾ നമ്മളോട് ബിരിയാണി ലവറായ നമ്മളോട് ബിരിയാണി കഴിച്ച് നമ്മൾ വേണ്ട പറഞ്ഞിട്ടോ ഫസ്റ്റ് വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ മൂപ്പര് നിർബന്ധിച്ച്. അപ്പോൾ കണ്ട നിർബന്ധത്തിൽ സ്നേഹത്തിൻ്റെ ഇതിൽ നമ്മൾ വീണ് നല്ല അടിപൊളി ബിരിയാണി ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണി. പിന്നെ ഉമ്മാൻ്റെ അടുത്ത് നമ്മൾ നല്ല സ്നേഹം പറഞ്ഞു, നന്ദി. ഭയങ്കര സന്തോഷം. ഇന്ന് ഫുള്ള് കോമഡി. ഇന്ന് ഞാൻ നമ്മുടെ വെറുതെ പുറത്തിറങ്ങിയത്. അപ്പോൾ പാലക്കാട് എത്തിയപ്പോൾ നമ്മൾ പമ്പിലൊന്ന് വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി കയറി. അപ്പോൾ അപ്പം ഒരു ഫാമിലി ഞാൻ ഒരു കുട്ടീനെ കണ്ട അപ്പോൾ കുട്ടിക്ക് മുട്ടായി കൊടുത്തു ഞാൻ. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ് ഞാൻ പോകാൻ നേരത്തിനോടാണ് ഫുഡ് കഴിച്ചു വെച്ചു. ഇല്ലായിരുന്നു ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ കഴിച്ചിട്ട് പോകാറുണ്ട്. പെരുന്നാളൊക്കെ അല്ല ബിരിയാണി കഴിച്ചിട്ട് പോകാറുണ്ട്. ബിരിയാണിയും കൊണ്ടൊക്കെ വന്നാണ്ട് ബിരിയാണി കഴിച്ച് കഴിച്ചു. നല്ല കൊയ് ബിരിയാണി. അത് ഞാൻ സംസാരിച്ചപ്പോഴാണ് മലപ്പുറം നിലമ്പൂർ. താങ്ക് യു. വീട്ടിലുണ്ടാക്കിയല്ലേ? നല്ല അടിപൊളി ബിരിയാണിയാണ്. സന്തോഷം. ഇത് നമുക്ക് ഈ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടാറുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ ഫാമിലി. ഇപ്പോൾ ഒരു ഫാമിലി കൂടെ നമ്മൾ പരിചയപ്പെട്ട് യാത്രകൾ ഇങ്ങനെയാണ്. നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടാനും കുറേ ആൾക്കാരെ മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഇത് നമ്മളെ നിലമ്പൂർ പൂക്കോട്ടുംപാടുള്ള ഫാമിലിയാണ്. സത്യം പറഞ്ഞ പേര് പോലും ചോദിച്ചിട്ടില്ല. അപ്പോൾ എവിടെയായാലും വളരെ സന്തോഷം. അവരുടെ എല്ലാവരുടെയും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലവ് യു. ബൈ.